ഹേ ഗൈസ്, അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ അനീഷിന്റെ കല്യാണമാണ് ഇന്നല്ല, ഇനി ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനും ടാർസനും കൂടി ഇതൊരു ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ടാർസനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഓൾറെഡി ടാർസൻ ഇവിടെ എത്താറായി. അടുത്ത കോൾ വരുന്നതിന് മുമ്പ് ഞാൻ റെഡി ആവട്ടില്ലെങ്കിൽ എങ്ങനെ അങ്ങനെ ചീത്ത വിളിക്കും. ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാം ഗൈസ്. എനിക്ക് എന്റെ ആഗ്രഹം, ഞാൻ ക്രിസ്ത്യൻ കെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് സാധനം, അപ്പോൾ ഇതേ കളറിൽ തന്നെ മുണ്ട് കിട്ടും. ഈ കളറിൽ കിട്ടും മുണ്ട്. 42 പക്ഷെ മറ്റേ മുണ്ടിന്റെ കളർ എന്റെ കര നോക്കിയാൽ മതി. നല്ല ഗോൾഡൻ കര ഇട്ടുള്ളതല്ല. ട്രയൽ ചെയ്തിട്ട് വരും ഗൈസ്. ഇതാണ് ഞാൻ എടുത്ത് ഇട്ട് നോക്കട്ടെ. ജസ്റ്റ് വേറെ ചെയ്ത് നോക്കട്ടെ. ബ്ലാക്ക് എടുക്കല്ലേ റിസപ്ഷൻ ബ്ലാക്കിനാണ്. ഇവന്റെ വലിയ ശല്യമായില്ല തീരുന്ന. ഞാൻ ഏതെടുക്കട്ടാ, നിന്റെ അഭിപ്രായം പറ. ഇട്ടോക്കൊന്ന് ട്രൈ ചെയ്തോ ഇഷ്ടമാണെങ്കിൽ. കൺഫ്യൂഷൻ ആയല്ലോ. ഇതങ്ങ് എരിച്ചു കൊടുത്താലാണ് പിന്നെ ഓക്കെയാണ്. എനിക്ക് അത്ര ഇറക്കമുള്ള വേണ്ട. ഇത് കൊടുത്ത ടൈം കുറച്ച് ചെറുതാണോ? ഇറുണ്ടതി. അതായത് കുറച്ചൊരു ചെറുതാണ് കേട്ടാ. ഇത് വലുതല്ലേ, പക്ഷെ ഇത് ഷോൾഡർ ഇത്ര ഇറങ്ങിയാണ് നടക്കണം. ഇതാണ് സ്റ്റാർട്ടിങ് കിട്ടൂല. അപ്പൊ വിട്ടു ടാർസനെ പറ്റിയ ഞാൻ ഷെപ്പുണ്ടതി ഇടും. ഇത് ചട്ട ഒരേ കളറ്. ഇത് ഏകദേശം ഒരേ കളർ. ഇലയില്ലതേ ഉള്ളൂ. നെക്കുണ്ടതി. ഇറുണ്ടതി ഇറുക്കൊണ്ടതി. ഇനി വേറെ ഇടന്തതി. അപ്പൊ വേറെ ഭയങ്കര ലൂസ് അടിച്ചടക്കുന്നു. അപ്പൊ വേറെ നോക്കാം. ടാർസൻ ഇപ്പൊ ഒരു മാസ് എൻട്രി വരും, നമുക്ക് നോക്കാം. ഇല്ല വെയിറ്റിംഗ് ടാർസ മാസായിട്ട് ഇറങ്ങി പറഞ്ഞേ. സ്ലോ മോഷൻ അല്ലേ? തീരാറായി കമോ എന്നെ പറയുവാ. ഇല്ല നമ്മളിപ്പൊ റിവീൽ ചെയ്യില്ല. ഇറങ്ങി വന്നാലേ റിവീൽ ചെയ്യുള്ളൂ. വെറുതെ പെട്ടെന്ന് സത്യമായിട്ട് അബ്ദുൽ കലാം ഓടി കൂടി രാമേശ്വരത്താണോടാ ജനിച്ചേ? റോക്കറ്റ് മാനാ. ഇതിന്റെ കൂടെ മുണ്ട് കൂടെ ചിന്തിച്ചു നോക്കിയേ. കഥാപ്രസംഗം മുടി രണ്ടോടെ ഇട്ടാ പകലെടുത്തിട്ട്. അബ്ദുൽ കലാമിന്റെ ഫിഗറുമായി രാമേശ്വരം. പക്ഷേ മറ്റേ റോക്കറ്റ് അല്ലെന്നേ ഉള്ളൂ. ജിബി പോണതിപ്പോ പറയണം. അതിനായിട്ട് പോ ചുമ്മാ നമ്മള് കൂടിയാണ്. അടുത്തടുത്ത് ചെയ്തിട്ട് കേട്ടാ 2000 രൂപയ്ക്ക് എല്ലാം കൂടെ പാന്റ് ഉണ്ടോ? ഇതെടുക്കണെങ്കിൽ മുണ്ടെടുക്കണ്ടല്ലേ? ഇത് കേട്ടോ കേട്ടോ, അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കില്ല. ഇത് സൂപ്പർ ആയിരിക്കും. അപ്പൊ അനീഷിന്റെ കല്യാണത്തിന് ഞാൻ ഒരു ക്രീം ടൈപ്പ് സാധനം എടുക്കാനും റിസപ്ഷൻ ബ്ലാക്ക്, കാരണം മേഘ റിസപ്ഷൻ ബ്ലാക്ക് കളർ സാരിയാണ്. അപ്പൊ അതുകൊണ്ട് മാച്ചിങ് ബ്ലാക്ക് കളർ ഇട്ട് നോക്കട്ടെ. ബ്ലാക്ക് എടുത്തോണ്ടെന്നല്ലേ അവൾ എന്നെ കൊള്ളും. പൊട്ടി വരുന്ന 38 പറ്റൂല. 38 ആണോ? ഗൈസ്, അപ്പോ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും എടുക്കുന്നില്ല. ടാർസൻ എടുക്കട്ടെ. ടാർസന് വേണ്ടിട്ട് ടാർസൻ എടുത്തിട്ട് ഞാൻ മാനിയൂറിൽ പോയിട്ട് നോക്കാം. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടണത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ടുണ്ട് പോട്ടോ. നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. ആ ടാർസന്റെ ആ ലുക്ക് ആണ്. ഇപ്പൊ എടുത്തുകൊണ്ട് തുണിയുടെ കാതികൻ ടാർസനെ ഇവിടെ നമുക്ക് നേരെ മുടിയും കൂടി അങ്ങനെ നടക്കണോണ്ടേ പുള്ളിക്ക് അത് ചെയ്യാൻ പാട്ടുകാരനാണ്. കാതികനല്ല അല്ലടാ ടാർസനെ. കളിയൊക്കെ വിട്, അത് കൊള്ളാം. സാധനം കൊള്ളാം. കളിയാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു കേട്ടോ. പക്ഷെ സംഗതി കൊള്ളാം. രാമന്റെ കല്യാണത്തിനാണ്. ഈ രാമന് പെണ്ണുണ്ടോ? ഈ വീഡിയോ ആരും കാണാൻ കല്യാണമില്ല. കല്യാണമില്ല, വെർജിനാണ്. മദ്യപാനം ഇല്ല, പുകവലി ഇല്ല, കഞ്ചാവില്ല, MDMA ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് പെണ്ണ് ജീവിതത്തിൽ കിട്ടൂല. ഞാൻ അതുകൊണ്ടാണ് ചെറിയ ദുഷിരാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് പെണ്ണ് കിട്ടി. ഡിസൈൻ ഒരു പെണ്ണ് സെറ്റാവൂലായിരുന്നു. സിൻസിയറായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പെണ്ണ് സെറ്റ് ആവില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്, സെറ്റ് ആയിട്ടില്ല. ആ പെണ്ണാണെങ്കിൽ ലോകോത്തര കഞ്ചാവിന് സെറ്റായി. ഒന്നിക്ക് ഡ്യൂക്ക് വേണം, അല്ലെങ്കിൽ കഞ്ചാവ് വേണം, ഏതെങ്കിലും ഒന്ന് വേണം. രാമ ഒന്ന് വിട്ടു മുടിരാര്.
അയ്യോ ഇല്ല. രാമനെ കാണാൻ ഭംഗിയുണ്ട് അല്ലേ? രാമൻ മുടി ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ വരുന്ന അയ്യം. വെളുത്ത നിറം നാളെ ഏതാണ്? ഉരുട്ടാതി നക്ഷത്രം. ഓ എന്റെ അതേ നാട് തേങ്ങി. ഞാനും ടാർസനും സച്ചു ഒരു നാളാണ്. മൂന്ന് ഗണങ്ങളാ. 3 രൂപ. രാമന് ഈ വ്ലോഗ് കാണുമ്പോ ആരെങ്കിലും കല്യാണം കഴിയാത്ത അവിവാഹിത ആയിട്ടുള്ള ക്രഷുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം പൊന്നുവരെ നോക്കും. കുടുംബശ്രീയിലൊക്കെ ഉള്ളതാണ്. ലോണൊക്കെ കിട്ടും. ലോണൊക്കെ കിട്ടും. അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയി പാവം. ഈ ഒരു ജന്മമെങ്കിലും പുള്ളി ഇത്തിരി എന്റെ ഒരു അപേക്ഷയാണല്ലേ. അടുത്ത പീഡനത്തിനകത്താവാറുണ്ട്. ടാർസന് ഡ്രസ്സായി. ഇനി എനിക്ക് സച്ചിന്റെ അടുത്ത് ആ തലയിൽ വെക്കണ കിരീടം എടുത്താ നീയാണ് കിടിലോന്ന് പറയാൻ വാങ്ങിച്ചത്. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. റിസപ്ഷൻ പാന്റ് ഇതിന്റെ കൂടെ ഉള്ളതാ. ചെരുപ്പുണ്ട്. എടാ തൊപ്പി ഉണ്ടോ ഇതിന് പറ്റിയ? ടാർസ ഒന്ന് കാണിച്ചോളൂ. വെക്കാൻ പറ്റിയ തൊപ്പിയുണ്ട്. ടാർസ അത് എടുത്തോളൂ. കിരീടം ടാർസ വെച്ചോളൂ. സച്ചി ഇത് വെച്ചിട്ട് വന്നാണ്ടല്ല. അനീഷ് മാറി അവിടെ ഇരി. അനീഷിന് വാട്സപ്പത്തല്ല ഗിഫ്റ്റ് ആയിട്ട്. ഏയ് ഗൈസ്, ഇത് അനീഷിന്റെ കല്യാണത്തിന് നമ്മൾ കൊടുത്താലോ? നീ ഇത് വെച്ച് വ്ലോഗ് മുതലാളിയെ വിളിക്കൂ. നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്യാം. ഒരു രാജകീയ കോൺട്രാക്ട് സൈൻ ചെയ്യാം. ടാർസ ഇതെങ്ങനെയുണ്ട്? നിങ്ങൾ വരുമോ? അല്ല ഇത് കല്യാണത്തിന് അനീഷിനെ ഇറക്കി എടുത്തിട്ട് നിന്നെ കയറ്റി വിട്ടെങ്കിലാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. ഞാൻ ഇത് ഫിക്സ് ചെയ്തു. ഇതും ബ്ലാക്ക് എടുത്തു. എന്റെ പർച്ചേസ് ഓവർ. സോ ഗൈസ്, അപ്പോൾ നമ്മള് വെഡിങ്ങിന്റെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി ഒരു മുണ്ടും കൂടി മേടിച്ചാൽ മതി. റിസപ്ഷൻ എന്തെങ്കിലും ഡ്രസ് എങ്ങനെ നോർമലാ? ഷർട്ടും പാന്റാ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ അനീഷിന്റെ കല്യാണമാണ്. 11 മണിക്കാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹൽദിയുടെ ക്ഷീണമൊക്കെ മേഘ അവന്റെ കല്യാണത്തിന് തീർത്തിട്ടുണ്ട്. ഹൽദിക്ക് എനിക്ക് നല്ലത് ഇടാൻ പറ്റിയില്ല. കല്യാണത്തിന് വാടകയ്ക്ക് എടുത്തേക്കാണ്. സെറ്റ് ആയിട്ട് പോകണം. എങ്ങനെയായാലും ഞാൻ സെറ്റ് അല്ലേ, കാണാൻ അടിപൊളിയായിരുന്നാ പോരെ. എങ്ങനെയുണ്ട് നമ്മളുടെ ട്രഡീഷണൽ ലുക്ക്? മേഘ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. നീ കൊള്ളൂലെങ്കിലാ? കൊള്ളൂല, അതിവണ്ണം കൊള്ളൂല. ഓക്കെ. അപ്പോ സമയമായി. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. കല്യാണ ചെറുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ മാലയിട്ട് നമുക്ക് സ്വീകരിക്കാം. സ്ഥലത്തെ പ്രധാന വായ്നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ്. ഇനി ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കല്യാണ ചെറുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ രാവിലെ 8 മണിക്ക് തന്നെ അവന്റെ കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അനീഷ്? കൊള്ളാം, നല്ല ഫീൽ. നിങ്ങള് കെട്ടിന് വരാതാണ്ട ഇതൊക്കെ ഒരുങ്ങി ഇറങ്ങണ്ടേ? ഇത് കണ്ടില്ലേ? അവരൊരുങ്ങി ഇറങ്ങാൻ നിങ്ങൾ ഓർമ്മ വരുന്നു. വേണ്ട, ഇതൊക്കെ ഒരുങ്ങി ഇറങ്ങാം. അവളെ കണ്ടാ അറിയാം. ഒരു 3 മണിക്കൂർ എടുത്താണോ? 8 മണിക്കുള്ളിൽ 5 മണിക്ക് ഇറങ്ങണം. എവള് 6 മണിക്ക് തുടങ്ങിയത്. വെളുപ്പിന് 6 മണിക്ക് 6 മണിക്ക് എണീറ്റിട്ട് 11 മണിക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. എത്ര മണിക്കാണ് അനീഷ് കെട്ട്? എത്ര മണിക്കാണ് കെട്ട്? 12-നും 12:30 തുടങ്ങി. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ബിജോയാണ്. ചന്ദനവും പാന്റും. എന്താണ് എല്ലാരടുത്തും പറഞ്ഞ് മുണ്ടിടണമെന്ന്. ഈ വേല എനിക്ക് മുണ്ടെടുക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ. അതെനിക്ക് താല്പര്യമില്ല. അവനെന്ത് അത് ചുമ്മാ മുണ്ടെടുക്കണം. എല്ലാരും എന്തൊരു മുണ്ട് എന്ത് കേരള സംസ്കാരത്തെ അപമാനിച്ചു അവൻ. കേരള സംസ്കാരത്തെ. അനിയനെ നോക്കടാ. കല്യാണ ചെക്കൻ്റെ അനിയനാണ് അവൻ. കല്യാണ ചെറുക്കനെ കിടക്കുന്നു. അല്ലെ ഒത്ത് കെട്ടി ഇവിടെ നിന്ന് പറഞ്ഞാൽ കെട്ടണം. അതിനാണ് ഞാൻ ഈ ഡ്രസ് ഇട്ടുണ്ടോന്നത്. എല്ലാം വെറുതെ എന്തിനു? അത്രേ ഉള്ളു. ഞാൻ ഇവിടെ നിന്ന് ഒരിക്കൽ ഇവിടെ ഹിന്ദു കെട്ട് കെട്ടാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. മേഘ റെഡിയാണ്. മേഘ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡിയാണ് അല്ലേ? ഈ പുള്ളിക്ക് പാവം ഡ്യൂട്ടി എടുത്താട്ടാ. അവന്റെ കൊച്ചിന്റെ തൂക്കാരൻ ഡ്യൂട്ടി എടുത്ത്.
അനീഷിന്റെ കല്യാണം കഴിഞ്ഞവർക്കറിയും. ഫൈനലി നമ്മുടെ അനീഷിന്റെ 28 വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതിന് പെണ്ണ് കിട്ടി. അതെ, കല്യാണം കഴിഞ്ഞു ടാർസൻ. ഇനി എല്ലാവരുടെ ചോദ്യം എപ്പോഴും ടാർസൻ എപ്പോഴാണെന്നുള്ളത്. ക്ലീഷ് അടിക്കില്ല. ഇതില് ഒന്നുകൂടി പറ. അപ്പോ അങ്ങനെ അനീഷിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷം. എന്ത് സന്തോഷം. ടാർസൻ എന്നാ ഇനി എല്ലാരും ചോദിച്ചു തുടങ്ങി ഇപ്പോഴേ കമന്റിലൊക്കെ. നാണല്ലേ? ഇല്ല ഇനി നമ്മുടെ ബിജോയുടെ പെണ്ണ് കിട്ടൂല ടാർസൻ, അതുകൊണ്ടാണ് കല്യാണം കയ്യിരിപ്പ് കൊള്ളൂലെന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. കുറച്ച് തഗ് ക്ലിപ്പ് പോകണമായിരിക്കും. മറ്റേ ഫണ്ട് എവിടെ തലയിൽ മറ്റേ മുല്ലപ്പൂവൊക്കെ വെച്ചിരുന്ന ഉണ്ടിട്ട് പോവാ. അവനാണ് ഏറ്റവും കൂടുതൽ അനീഷിന്റെ കല്യാണം കഴിഞ്ഞപ്പോ കരഞ്ഞത്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ കരഞ്ഞത്? അവിടെ ചന്ദന ഇട് നോട്ട് ഇട് നോട്ട് ആടി ചക്ക പാട്ടറിയാന്നിട്ട് പോലും ടാർസന് പെണ്ണ് കിട്ടും. വെട്ട് കേട്ടടാ. ഓ കൊച്ചിർക്കന്റെ ബ്രാക്കല്ലാണ് അത് ഏക്ക്. ഈ കൊച്ചു നാക്കിൽ ഇതൊക്കെ വലിക്കാൻ വേണ്ടിട്ട് പറയണ കൊണ്ടാ. ഇതില് തമാശയൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാരും കാത്തിരുന്ന നിമിഷം നിങ്ങളുടെ എല്ലാരും ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ തരുന്നതായിരിക്കും. സുബിൻ ടാർസന്റെ അച്ഛനാണ്. മോന്റെ കല്യാണമാണ് ഇപ്പം ചർച്ചാ വിഷയം. അത് നിങ്ങളെല്ലാരും കൂടെ സഹകരിച്ച് എന്തായിരുന്നാലും നടത്തി കൊടുക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനീഷ് എന്റെ ചില രംഗങ്ങൾ എനിക്കുള്ളത് നീയും പങ്കാണ്. മാനുള്ള റോളുകൾ എവിടെ എടുക്കുന്നു? റോളുകൾ സത്യം എനിക്ക് വേണമെങ്കിൽ ഇവരെ പേർക്ക് കേസ് കൊടുക്കാം. കാര്യം എന്തെന്നറിയാം, 10-65 വയസ്സായ എന്റെ റോള് 32 വയസ്സായ ഇവർക്ക് ഒരു പരാതിയാണ്, അച്ഛന് കിട്ടാനുള്ള റോളെല്ലാം അനീഷ് താടിയിൽ പൗഡർ ഇട്ടിട്ട് കയറി. അത് നമ്മൾ ഉടനെ ഇനി എന്തായാലും കുറച്ചു കാലത്തേക്കില്ല. പുള്ളി ഹണിമൂണും അതൊക്കെ ആയിട്ട് പോവാണ്. അപ്പം വീണ്ടും എനിക്ക് രംഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോഴേ രാമനുണ്ട്. രാമനെ കെട്ടിച്ചുട്ടി കഴിഞ്ഞാൽ തീരും. രാമ ഇപ്പൊ ചെറുതായി താടി അടി, മുടിയിൽ അടിക്കണ്ട, താടിയിൽ മാത്രം അടിച്ചാൽ ലാഭമാണ്. മോനപ്പോ ഉടനെ കെട്ടിക്ക് അച്ഛന് നിർബന്ധമാണ്. എല്ലാവരും ഒരു കുഞ്ഞിക്കാല കാണാല്ലേ? പിന്നല്ല, ഞാൻ നേഴ്സറി കൊണ്ടാക്കി തരാം. കൊച്ചു പിള്ളേരെ കുഞ്ഞിക്കാലുകളും ടീച്ചർമാരുടെ പെരുങ്കാലുകളും വരെ കാണാം. അച്ഛനൊക്കെ താല്പര്യം എന്താ പുള്ളിക്കാണ്. അപ്പൊ എന്തോ ഡിഫക്റ്റ് ഉണ്ട് ടാർസന്. ഇത് കോവിൽ ദിവസമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഉച്ചയ്ക്ക് 2:30 അപ്പോ ഇതിനോടനുബന്ധിച്ച് ചെറുക്കനെ വേണ്ട കലാപരിപാടികളാണ്. ആദ്യമായി സുബിൻ ടാർസന്റെ ഒരു പാട്ട്, 4 വരി കവിത. അത് മൊത്തത്തിൽ ശോകമല്ല. വിനയ് ഫോർട്ടിന്റെ സൗണ്ട് എടുക്കും ടാർസൻ. വിനയ് ഫോർട്ടിന്റെ സൗണ്ട് എടുക്കുമ്പോ ജാവ മാറ്റിയിട്ട് അനീഷ് എന്ന് മാത്രമാക്കുക. ജാവയുടെ സ്ഥലത്ത് അനീഷ് എന്നാക്കുക. അനീഷ് സിമ്പിൾ ആണ്, അനീഷ് പവർഫുൾ ആണ്. അങ്ങനെ ഓക്കെ. കല്യാണവും വിനയ് ഫോർട്ടും തമ്മിൽ എന്തോ ബന്ധം. നീയും വിനയ് ഫോർട്ട് വിനയ് ഫോർട്ട് സൗണ്ട് മാറ്റി. വിനയ് ഫോർട്ടിന് ചെറിയ തൊണ്ടവേദന. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ വിളിച്ചു. പക്ഷെ സാധാരണ എല്ലാ കല്യാണത്തിന് ഒരുമിച്ച് വരുന്നേ. അനീഷ് സാധാരണ എല്ലാ കല്യാണത്തിനും ഫസ്റ്റ് വണ്ടിയിൽ പോണേണ്. ഇന്ന് വിളിച്ചിട്ട് വരല്ല, എന്താണ് അറിയാൻ വയ്യ. മാനസികമായിട്ട് തളർന്നിരിക്കും. അതെ, ഇതുവരെയില്ല. അത് മാലയിട്ടുള്ള അവനാണ്, വേറെ ഒന്നുമില്ല. ഒരു എലോണിന്റെ ശാന്തി ഒന്ന് കയറിയുണ്ടോ? അതില്ല. കുറച്ച് സംഭരം കുടിക്കോ, കുറച്ച് സംഭരം കുടിക്കോ. അപ്പൊ ഗൈസ്, അനീഷിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ റിസപ്ഷൻ. അതെ, അപ്പൊ റിസപ്ഷൻ നാളെയാണ്. അപ്പം അതുവരെ നമുക്ക് റെസ്റ്റ്. അപ്പൊ ഇനി പോയിട്ട് ബാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. റിസപ്ഷന്റെ കാര്യം കാണാം. ബൈ.